ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അധ്യാപകർക്ക് ടെറ്റ് യോഗ്യത നിർബന്ധമാക്കി ഒരു വിധി പറഞ്ഞിരിക്കുകയാണ് സുപ്രീം കോടതി. നമുക്കറിയാം, നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ 2010 ടെറ്റ് യോഗ്യത നിർബന്ധമാക്കിയത്. അപ്പോൾ അതിനു മുൻപ് തന്നെ സർവീസിൽ പ്രവേശിച്ചവരൊക്കെ ഉണ്ടാകും. ഇപ്പോൾ ഇതാ അവരെല്ലാവരും തന്നെ ടെറ്റ് യോഗ്യത നേടിയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അധ്യാപക യോഗ്യതാ കേസിൽ സുപ്രീം കോടതി പറയുന്നു 2 വർഷത്തിനകം ടെറ്റ്, ഇല്ലെങ്കിൽ വിരമിക്കൽ എന്ന്. അപ്പോ ഈ ഒരു വാർത്തയുടെ രത്നചുരുക്കം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നിലവിൽ സർവീസിലുള്ള സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകർക്ക് യോഗ്യത പരീക്ഷയായ ടെറ്റ് നിർബന്ധമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ വിരമിക്കൽ 5 വർഷത്തിൽ താഴെ കാലാവധി ഉള്ളവർക്ക് ഇളവ് അനുവദിച്ചിട്ടുണ്ട്. ഇവർ 2 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യണം? യോഗ്യതാ പരീക്ഷ പാസ്സായാൽ മതിയാകും. ഓക്കെ, അപ്പോ വിരമിക്കാൻ 5 വർഷം ഉള്ളവർക്ക് 2 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്താൽ മതി? യോഗ്യതാ പരീക്ഷ പാസ്സായാൽ മതിയാകും. ഇനി ടെറ്റ് നിയമം നിലവിൽ വരുന്നതിന് മുൻപ് ജോലിയിൽ പ്രവേശിച്ചവർക്കും 2 വർഷത്തിനുള്ളിൽ യോഗ്യത നേടിയാൽ മാത്രമേ അധ്യാപകരായിട്ട് തുടരാൻ കഴിയൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ സീരിയസ് ആയിട്ട് തന്നെ നിലവിൽ സർവീസിൽ ഉള്ളവർ, ടെറ്റ് പാസ്സാകാത്ത സർവീസിലുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ 2 വർഷത്തിനുള്ളിൽ യോഗ്യത നേടിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി അധ്യാപകരായിട്ട് തുടരാനായിട്ട് കഴിയൂ. ഓക്കെ, അപ്പോ സമയപരിധി പാലിക്കാൻ സാധിക്കാത്തവർ രാജിവെക്കുകയോ അല്ലെങ്കിൽ അവരെ ആനുകൂല്യങ്ങളോടെ നിർബന്ധിതമായി പിരിച്ചുവിടുകയോ ചെയ്യും എന്നാണ് വാർത്ത ലഭിച്ചിട്ടുള്ളത്. സോ ഇതിന്റെ ഒരു സീരിയസ്നെസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അത്രയേറെ ഇമ്പോർട്ടന്റ് ആണ് ഈ ടെറ്റ് എക്സാം എന്ന് പറയുന്നത്. അപ്പൊ ഈ എക്സാം നേടിയെടുക്കുക എന്നുള്ളത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് വർഷത്തിൽ 2 തവണയാണ് ഈ പരീക്ഷ നടക്കുന്നത്. അപ്പോ ഒന്ന് മനസ്സ് വെച്ചിരുന്ന് പഠിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത് പാസ്സാവാവുന്നതേ ഉള്ളൂ. സോ നമ്മൾ റിസ്ക് എടുക്കാതെ തന്നെ എന്ത് ചെയ്യുക? എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു യോഗ്യത നേടിയെടുത്തു കഴിഞ്ഞാൽ സേഫ് ആണ് എന്ന് ഉറപ്പിക്കാം. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും, ഈ നിലവിൽ സർവീസിലുള്ളവർക്ക് ആർക്കെങ്കിലും ഈ ഒരു എക്സാം നല്ല രീതിയിൽ പഠിച്ച് പാസ്സാകണം എന്നുണ്ടെങ്കിൽ എൻട്രിയിൽ ഒരു മെന്റർഷിപ്പ് ഗോൾഡ് ബാച്ച്, എസ്പെഷ്യലി ഫോർ സർവീസിലുള്ള അധ്യാപകർക്കായിട്ട് കേട്ടോ, സർവീസിലുള്ള അധ്യാപകർക്ക് വേണ്ടി ഗോൾഡ് മെന്റർഷിപ്പ് ബാച്ച് നമ്മൾ എൻട്രിയിൽ ഇനി വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്കൊരു നല്ല സപ്പോർട്ടും കൃത്യമായിട്ടുള്ള രീതിയിൽ ഏതൊക്കെയാണ് കോർ ഏരിയ എന്ന് മനസ്സിലാക്കി ഒരു സ്മാർട്ട് സ്ട്രാറ്റജി ഉപയോഗിച്ച് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോ ആർക്കെങ്കിലും ഈ ഒരു കോഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷയെ കുറിച്ചോ അറിവില്ലാത്തവരാണെങ്കിൽ, എന്താണ് ഈ ടെറ്റ് എക്സാം എന്ന് അറിയണം എന്നുള്ളവര് നമ്മുടെ താഴെ കാണുന്ന ഒരു നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു കോഴ്സിനെ കുറിച്ചുള്ള കാര്യം, ഈ പരീക്ഷയെ കുറിച്ചുള്ള കാര്യം, എങ്ങനെ ഇത് നിങ്ങൾക്ക് പഠിച്ച് തൊട്ടടുത്ത് വരുന്ന കേട്ടിട്ട് എക്സാം പാസ്സാകാം എന്നുള്ള കാര്യമെല്ലാം നിങ്ങൾക്ക് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ അറിയാൻ സാധിക്കും. അപ്പോ ഇതാണ് നിങ്ങളെ അറിയിക്കാനുള്ള ഒരു അപ്ഡേറ്റ്. അപ്പോ ആരും തന്നെ റിസ്ക് എടുക്കണ്ട. എത്രയും പെട്ടെന്ന് തന്നെ ഈ യോഗ്യതാ പരീക്ഷ നിലവിൽ സർവീസിലുള്ളവർ പാസ്സാവാത്തവരാണെങ്കിൽ തീർച്ചയായും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ ഒരു എക്സാം എഴുതി പാസ്സാകേണ്ടതുണ്ട്. സോ മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.